ഇവനെന്നെ രാവിലെ വരുന്നത് ചക്കേട്ടോണ്ടിപ്പോ വാക്കത്തി കഴിഞ്ഞു പോയടാ പോയി. എന്നാണോ വിശേഷം? ഇതെന്നോട് ഈ കൊക്ക മുഴുവൻ പനിച്ചു പോയല്ലോ. ഈ പനിയും മരപ്പെട്ടിയായിട്ട് ഒന്നും കിട്ടാനിടാവേ, നഷ്ടമാ. നീ ടൗണിൽ പോയില്ലേ? കുറച്ച് തുറിച്ചടിക്കാൻ പറയാൻ പാടില്ലായിരുന്നു. ആ ഓണച്ചുണ്ട് പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പ് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. നീ ചുമ്മാ അറിയണ്ട. ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു കുഴൽ വാങ്ങിയാൽ എത്ര നാളായിട്ട് ഞാൻ പറയണ കുട്ടിച്ചാ. നീ എന്നാ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ? പറടാവേ. എനിക്ക് കെട്ടണം കുട്ടിച്ച. എന്നാ കെട്ടിക്കോ. ഇതല്ല, ആ പെണ്ണ് കെട്ടണമെന്ന്. ആന ഇപ്പം അങ്ങനെ ഒരു തോന്നലേ. കുറെ ആലോചിച്ചു, എന്നാലും വീട്ടിലൊരാൾ വേണമെന്ന്. എടാ മാനെ, നിനക്ക് നല്ല എത്ര കല്യാണക്കാരെ ഞാൻ കൊണ്ടുവന്നാ. നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞാൽ മാറ്റിവിട്ടില്ലേ? എടാ ഒരു 6 മാസം മുമ്പ് കോതോങ്കലത്ത് നിന്ന് നിനക്കൊരു മിടുക്കി പെണ്ണിൻ്റെ ആലോചന കൊണ്ടുവന്നാ. അപ്പം നീ എന്നാ പറഞ്ഞു? ചാച്ചനെ അമ്മച്ചിനും നോക്കാൻ ഞാനുണ്ട്, പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ല എന്ന്. അത് അപ്പോഴല്ലേ. ഇപ്പോഴെന്തെങ്കിലും നല്ല കസ്റ്റഡിയുണ്ടെങ്കിൽ പറ, പെട്ടെന്ന് ഇറങ്ങണം. അതിനാ പെങ്കുച്ചിനെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ ഓരോരു പെങ്കുച്ചിനെ അവിടെ കിട്ടും. പിന്നൊരു കാര്യം, എനിക്ക് ഒരുപാട് കണ്ടോടക്കാനൊന്നും പറയത്തില്ല. മതിടാ, എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവരണം വേണ്ടേ? എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായിപ്പോയി. എന്നാണേലും എല്ലാവരും പറഞ്ഞ പരാതി അങ്ങ് മാറട്ടെ. വള്ളേന്തേടി അതിന് അവൻ സമ്മതിക്കണ്ടേ കുട്ടിയച്ച? അവൻ സമ്മതിച്ചമ്മച്ചി. ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു. അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു. അച്ഛന്റെ പെങ്ങടെ മോളാ, അംഗവാലിക്കാരാ, നല്ല മിടുക്കത്തി പെങ്ങോച്ച. പറഞ്ഞു കൊടുക്കച്ചു. അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ. കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്കമാലിൽ താമസിക്കുന്നത്. ഈ മോളുടെ പപ്പ, അതായത് അളിയൻ, കൊച്ചിന് ചെറുപ്പത്തിലെ മരിച്ചു പോയതാ. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുക. ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല. ഈ ആങ്ങളെ കൊച്ചു എന്നായി വെച്ചാ? അവനും ഭാര്യയും ഗൾഫിലാ, നേഴ്സുമാരാ. ഇപ്പോൾ ഒരു നാട്ടിലുണ്ട്. അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കൊച്ചിന്റെ പേരെന്നാച്ചാ? റിൻസിന്നാ. നമ്മുടെ സ്ലീവാച്ചിന് ചേരും. ആണ് കുട്ടിയച്ച. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അവനെയും കൂട്ടി ഒന്ന് പോയി കാണ്. റിച്ചാർഡേ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലത്. ചുമ്മാ ഒന്ന് അന്വേഷിക്കാതി പയ്യന്റെ വീട്ടിലെ സെറ്റപ്പ്. പിന്നെ ഒറ്റ മോനാ. അല്ലാതെ അവരും രക്ഷപ്പെടുമോ നോക്കട്ടെ. ബാക്കിയുള്ള ഞാൻ സംസാരിച്ചില്ല കേട്ടാ. അതെന്താന്ന് വെച്ചാൽ കണ്ടറിഞ്ഞിട്ട് റെൻസ് മുകളിൽ കൊടുക്കാനുള്ള എന്താ വെച്ചാൽ കൊടുക്കും. അത് ഓർത്ത് ടെൻഷൻ വേണ്ട. നമ്മുടെ കാര്യോ നിക്ക്. പോയിട്ട് വരാം. ശരി, വിട്ടാലോ? പോവാം. പിടിച്ചു. അപ്പൊ കാണാം. അപ്പനെ വിളിച്ചോളട്ടെന്നാ. ഓക്കെ. ശരി. ഹലോ, റിച്ചാർഡല്ലേ? അതെ. ഞാൻ കുട്ടിച്ചനാണ്. ആ, നമ്മുടെ എൽദോസച്ചൻ പറഞ്ഞേച്ച് പെണ്ണ് കാണാൻ വരുന്നവരാ. ഞങ്ങളിപ്പോ ഇത് അങ്കവാലിയല്ലടാ. ഞങ്ങളിപ്പോ അങ്കവാലി എത്തി. ഇനിയിപ്പോ അങ്ങോട്ട് വരേണ്ട വഴിയൊന്ന് കൃത്യം ഒന്ന് പറഞ്ഞുതരാമോ? അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ വലത്തേക്ക് ബി റോഡ് റോട്ടിൽ കയറിട്ടൊന്ന് വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. ആ ശരി. ആരാ വിളിച്ചേ? എൽദോസച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പൈൻ്റെ കാര്യം. ആ പൈനും കൂട്ടും വന്നിട്ടുണ്ട്. LF എത്തി. അവരോട് വരാൻ പറ, അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്നിട്ടോ? എന്നിട്ടെന്താ, 2 ദിവസം കഴിയുമ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് വിളിച്ചു പറഞ്ഞാൽ പോരെ?